അമ്മ ഗുഡ് മോർണിംഗ്. ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യം പറഞ്ഞു കേട്ടോ, ഹായ് അമ്മ എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞു. എല്ലാവർക്കും ഉമ്മ. എല്ലാവർക്കും ഉമ്മ വിരൽ കൊണ്ടൊരു ഭീഷണി. അതെന്തിനാന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നെ വിരലിങ്ങനെ കാണിച്ചത് അതൊരു ശീലം. എന്താ ചെയ്യാൻ പറ്റും? ഇനി മൂക്കൊന്നും ഒരിക്കലും ഒരു ശീലമുണ്ട്. അതൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ സംഭവങ്ങളൊക്കെ സ്റ്റൗ കത്തിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടാ. ആയിക്കോട്ടെ. ചിക്കൻ സന്തോഷായില്ലേ? വെരി ഗുഡ്. കുറെ ദിവസമായില്ലേ? അപ്പൊ ചിക്കനൊക്കെ കഴുകി കഷ്ണങ്ങളാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങള് ചെറിയ ഉള്ളി, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടി ചതച്ചത്, പിന്നെ കുറച്ച് പച്ചമുളക് ഇങ്ങനെ കീറിയതും വേണം. പിന്നെ തക്കാളി പറഞ്ഞല്ലോ, ഉള്ളി, തക്കാളി, ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടി ചതച്ചത്, എരിവില്ല കൂടുതൽ. പിന്നെ മല്ലിയില, പട്ട, ഗ്രാമ്പു, ഏലക്ക, മുളക് പൊടി, പിന്നെ പെരുംജീരകം, മഞ്ഞൾ, അത്ര തന്നെ, എണ്ണ, ഉപ്പ്. അപ്പൊ നമുക്ക് ചട്ടി ചൂടാവട്ടെ. മല്ലിപ്പൊടി ഞാനിതിന് ഉപയോഗിക്കുന്നില്ല. ഓക്കെ. പിന്നെ ചെറുനാരങ്ങ, അത് ലാസ്റ്റ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് ചിക്കനോട് കൂടി അങ്ങോട്ട് തുടങ്ങാം അല്ലേ? സന്തോഷായി. എത്ര ദിവസമായില്ലേ? അല്ല, എത്ര ദിവസമായി പറയാൻ പറ്റില്ല. എന്നാലും കൂടുതൽ ദിവസം ആയിട്ടില്ലെങ്കിലും എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തിരി ദിവസമായ പോലൊക്കെ തോന്നും. അത്ര തന്നെ അല്ലേ? പിന്നെ എങ്ങനെയുണ്ട്? മഴ ഒന്ന് കുറഞ്ഞോ? ഇന്നലെയൊക്കെ ഭീകര അന്തരീക്ഷമായിരുന്നു അല്ലേ? അപ്പൊ ഇന്നൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. ഒരു ഇത്തിരിയൊക്കെ മാറട്ടെ. ഒരുപാട് പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാ ഇടങ്ങളിലും ഇപ്പൊ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ കാണുമ്പോൾ ദുരിതമാണ്. നമ്മുടെ കേരളം മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളും എല്ലാം അങ്ങനെ ആയിട്ടുണ്ട്. അതുകൊണ്ട് മഴയൊന്ന് കുറയുകയാണ് ഇപ്പൊ നല്ലത് അല്ലേ? ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടുണ്ട്. അതുകൊണ്ട് ഒരിത്തിരി മഴയൊക്കെ ഒന്ന് കുറയണം. നല്ല ചൂടായിരുന്നു. ആ ചൂട് സഹിക്കാൻ പറ്റേണ്ട മനുഷ്യന്മാരൊക്കെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വന്നപ്പോൾ ഒറ്റ വരവാണ് അല്ലേ? ഇങ്ങനെ വരുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ജീരകം അല്ലേ? ഇങ്ങനെ അങ്ങോട്ട് വന്ന് പെയ്യുന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. വേണം ഒരു ലിമിറ്റിനൊക്കെ വന്ന് അതിന്റെ പാട്ടിൽ അങ്ങനെ പോകുന്നു വിചാരിച്ചിരിക്കുന്നു ആൾക്കാർ. പക്ഷെ വരുമ്പോ അങ്ങനെയാണ്. ഒന്നുമില്ലെങ്കിൽ മഴ ഉണ്ടാവില്ല, ഒന്നുമില്ലെങ്കിൽ പൊരിഞ്ഞ വെയില്, സഹിക്കാൻ പറ്റാത്ത വെയില്. അതാ ചൂടിനനുസരിച്ച് മഴയുടെ മാറ്റങ്ങൾ സംഭവിക്കും. ഈ അമിതമായ ചൂട് കണ്ടപ്പോഴേ ആൾക്കാർ ചിലത് പറയേണ്ടതല്ലേ, മഴ അതുപോലെ ആയിരിക്കുന്നു. അങ്ങനെയാണ് മഴ പെയ്തത്. അപ്പോ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം ഇട്ടു കൊടുത്തു. ഇതിന്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഇടുന്ന കാര്യങ്ങളും പാചകത്തിന്റെ കാര്യങ്ങളും മെയിനായിട്ട് മറന്നുപോകും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മൂപ്പിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പറയാം. പിന്നെ ഇടുന്ന സമയത്ത് ഒന്ന് സൈലന്റായിട്ട് അതിന് ശ്രദ്ധ കൊടുക്കും. അപ്പോഴല്ലേ അവർക്ക് ഇത് മനസ്സിലാവൂ. എല്ലാവർക്കും ഏതാണ്ട് എല്ലാം അറിയുന്നതാണെങ്കിലും എന്നാലും പാചകം ഒരു കലയാണ്. അതിൽ ചെറിയൊരു കറിവേപ്പില അമ്മ മാറ്റിയിട്ടാലും അല്ല, ചെറിയൊരു ഇൻഗ്രീഡിയൻസ് മാറ്റിയിട്ടാലും അതന്നെയാണ് മാറ്റം. അതുകൊണ്ട് വേറെ പുതിയ മാറ്റങ്ങൾ തീർച്ചയായും അതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ തന്നെയാണല്ലോ ഓരോ കുക്കിങ്ങും ഉള്ളത് അല്ലേ? ഒരേ ഐറ്റമും കൊണ്ട് പല രീതിയിൽ ഉണ്ടാക്കുക. ചെറിയ ഇൻഗ്രീഡിയൻസ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ അത് പുതിയ രീതിയിലൊരു പാചകമായി മാറും. അതെ, നമ്മുടെ ജീവിതം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടെങ്കിൽ നമ്മൾ സ്വയം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മാറുമെന്ന് പറയും പോലെ. ശരിയാണ് കേട്ടോ. ഉദാഹരണം വെരി ഗുഡ്. എന്താ അറിയോ, അപ്പൊ നമ്മുടെ ഈ പാചകത്തിന് മാറ്റങ്ങൾ വരുത്തില്ലേ, ഇത് ഇങ്ങനെ ചെയ്താൽ നന്നാവും, ഇതിന് ഈ മാറ്റം വരുത്തിയാൽ ഇതിനൊരു ടേസ്റ്റ് കൂടും, അതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ നമ്മുടെ മാറ്റങ്ങൾ വരുത്തുന്നത്. അതേപോലെ നമ്മുടെ ജീവിതശൈലിയിലും നമ്മുടെ സ്വഭാവത്തിലും ഒക്കെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ജീവിക്കാം, നല്ലതാണ്, ഇത് നല്ലതാണെന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വയം ആകാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും.
അവനവൻ്റെ കുറവുകൾ അവനവൻ മനസ്സിലാക്കും പോലെ വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതം എങ്ങനെ നന്നാക്കാൻ പറ്റും എന്നുള്ളതിനും ഇത് ഉദാഹരണം തന്നെയാണ്. ഇന്നലകളിലെ നമ്മൾ എന്തായിരുന്നു, അതിൽ ഇന്ന് നമുക്ക് എന്ത് മാറ്റം വരുത്തണം നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കും പോലെയാണ് ഈ പാചകത്തിലും ജീവിതത്തിലും ചില ബന്ധങ്ങളുണ്ട്. കാരണം ജീവിക്കാൻ വേണ്ടിയാണല്ലോ പാചകം ചെയ്യുന്നത് അല്ലേ? നമ്മളൊക്കെ ഈ പാചകം ചെയ്യുന്ന എന്തിനാ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഭക്ഷണം കഴിക്കുന്ന എന്തിനാ? ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഉണ്ടാക്കുന്ന ഒരു പാചകത്തിൽ തന്നെ ജീവിതത്തിൻ്റെ വലിയൊരു അർത്ഥമുണ്ട്. എന്തൊക്കെ ചേർക്കണം, എന്തൊക്കെ ചേർക്കാൻ പാടില്ല, അത് രീതിയിൽ ചേർത്താൽ മാത്രമാണ് ജീവിതം സുന്ദരമായിട്ടിരിക്കാൻ വേണ്ടി. ചെറിയൊരു ഉദാഹരണം കൂടി ഈ പാചകത്തിലും ഉണ്ട് എന്നുള്ളതാണ് അല്ലേ? മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും മനുഷ്യന് പഠിക്കാനുള്ളത്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടാത്ത ചില സ്വഭാവങ്ങളുണ്ടാവും. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളായിരിക്കും. അത് കാലക്രമേണ നമുക്ക് മാറ്റിയെടുക്കണമെന്ന തോന്നൽ നമ്മുടെ ഉള്ളിൽ സ്വയം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ എല്ലാവർക്കും സാധിക്കും അല്ലേ? അല്ല, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്? അതെന്റെ ഇതാരോ ഉദ്ദേശിച്ച് പറയും പോലെ ഉണ്ടല്ലോ. അമ്മ പറഞ്ഞു അല്ല, ചില ശിഷ്യന്മാർ മഞ്ഞപ്പൊടി ചില ശിഷ്യന്മാരെ കളരിൽ പഠിക്കാൻ വേണ്ടി വരും. അവസാനം ആശാന്റെ നെഞ്ഞപ്പ് ചോട്ടിയിട്ടാണ് പറയാ ജയിച്ചു പോകും. കാരണം ആശാനെ കുറച്ചല്ലേ കളറിയാവുള്ളൂ പറയും പോലെ. അപ്പൊ അമ്മ ഉദാഹരണം പറഞ്ഞു നമുക്കാണല്ലോ ഒക്കെ വെച്ചതെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. അമ്മ പറഞ്ഞല്ലോ ചില ഇന്നതേ കഴിക്കാൻ പറ്റൂ. അതൊന്നും എനിക്ക് നിർബന്ധമില്ല. എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പകരം അമ്മ കഞ്ഞിയാണ് മോനെ എന്ന് പറഞ്ഞ് ഞാൻ കുടിക്കും. എനിക്ക് സന്തോഷം. അല്ല, ചിലപ്പോ ഞാൻ പറയും എന്തെങ്കിലും നോൺ വെജിന്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടാൻ വരുമെന്ന് പറയണ ചേർത്തിട്ടാണോ അത് പറഞ്ഞതെന്ന് അമ്മയോട് എനിക്കൊരു ഭീകരമായ സംശയമുണ്ട്. ഭയങ്കരമായതല്ല, ഭീകരമായ സംശയം. ഈ കോഴിക്ക് ഫാറ്റി ലിവർ ആയിരുന്നോ എന്ന് എനിക്കൊരു സംശയം. ലിവറിന്റെ ഇത്തിരി വലിപ്പം കൂടുതലുണ്ട്. അച്ഛൻ 2:45 ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പകുതി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വെച്ചാൽ വേണ്ടല്ലോ. ആരാണ് കഴിക്കുക? 2:45 കിലോയുടെ ഒരു കോഴിയാണ്. അപ്പൊ പിന്നെ അത് വലിപ്പുണ്ടാവില്ലേ? അമ്മ അങ്ങനെ അച്ചാറ് വെക്കുമ്പോൾ കോഴി വെച്ചിട്ടാണ് ലാസ്റ്റ് വീഡിയോ കഴിയാറാകുമ്പോ പറയാ എല്ലാവരും വരി വിട്ടോന്ന് വിളിക്കുക. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും എല്ലാ ദിവസം വെച്ചിട്ട് ഇതിപ്പം കുറെ ദിവസമായിട്ട് വെച്ചിട്ടില്ലാണ്ട് ഞാൻ കൂടുതൽ വെച്ചതാണ്. ഇല്ലെങ്കിൽ ഞാൻ 2 പ്രാവശ്യമായിട്ട്. അതന്നെ ഞാൻ ചോദിക്കണത്. അല്ല, അതന്നെ ഞാൻ ചോദിക്കണത്. ഈ ഇത്തിരി പോകുന്ന അച്ചാറ് പോലെ സാധാരണ വെച്ചിട്ട് എന്നിട്ട് നമ്മളൊരു വിളിയുണ്ട്, വരുന്നുണ്ടോ നിങ്ങള് വരൂ കേട്ടോ. അങ്ങനെ അല്ല, അത് ആൾക്കാരെ കളിയാക്കും പോലെയാണല്ലോ ഒരു ഇത്ര വെച്ചിട്ട് പറയുന്നത്. ഇതിന്റെ കാര്യം ഞാൻ പറയാം. ഇതിലിപ്പോ ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം ഇട്ടു, ചെറിയുള്ളി ഇട്ടു. എന്നിട്ട് ഇത് നമ്മള് ചിക്കൻ ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, ഉപ്പിട്ടു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇതിങ്ങനെ ഒന്ന് ഇതിൽ തന്നെ കിടന്ന് ഒന്ന് ശരിയാവണം. എന്തിനാന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ്റെ ഉള്ളിലുള്ളൊരു വെള്ളം ഇങ്ങനെ ഇറങ്ങി വരണം. നമ്മൾ വേറെ വെള്ളം ഇതിൽ ഒഴിക്കില്ല. ചിക്കനിലുള്ള വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വേറെ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് എണ്ണയിലൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തിട്ട് ഈ ചിക്കനിലെ വെള്ളമൊക്കെ ഇപ്പോൾ ഇറങ്ങും. നോക്കിക്കോളും, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ ഈ മസാലകൾ കൂട്ടുക. എപ്പോഴാണ് അമ്മ കഥ പറയാ? അത് പറയാം. എനിക്കതൊരു ശീലമായി മാറുമ്പോൾ എനിക്ക് മാത്രമല്ല, ഞാനൊക്കെ അവൻ്റെ ഒരു പ്രതിനിധിയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു ശീലമായി. ഒരു പാചകത്തിനൊപ്പം ഒരു കഥാനായി. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പാചകം കേൾക്കുക, അല്ല കാണുക, ഒരു കഥയും കേൾക്കുക. അതാണ് ഉദ്ദേശം. മനസ്സിലായില്ലേ? പാചകത്തിനൊപ്പം കഥ എന്ന് പറയും പോലെ. അപ്പോൾ ആലോചിച്ച് വരുമ്പോൾ എത്ര നല്ല കാര്യമാണല്ലേ? പാചകത്തിൽ എന്തൊക്കെ ചെലവുകൾ ചേർത്തണോ അതൊക്കെ ചേർത്തേ മാത്രമാണ് പാചകം നന്നാവും എന്ന് പറയും പോലെ ജീവിതത്തിൽ എന്തൊക്കെ ചെലവുകൾ ചേർത്തണോ അത് ചേർക്കേണ്ടത് മാത്രം ചേർത്ത് ജീവിതം നന്നാവും. ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് അല്ല, 2-3 മിനിറ്റ് മതി കേട്ടോ. ഈ വെള്ളമൊക്കെ ഇപ്പൊ ചിലരൊക്കെ പറയും തുടക്കം കുടിക്കും. ഇത് എന്തിനാ ആസ്പദമാക്കിയെന്ന് പറഞ്ഞാൽ അത് പറയട്ടെ. അത് പറയൂ. എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സാഹചര്യം ഒത്തു വന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല വഴിതിരിവ് ഉണ്ടാവുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു എന്താണ് അതിനുള്ള ഒരു അറിവ് കൂടിയാണ്.
നമ്മൾ നല്ല രീതിയിൽ അതിനെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ സുഖവും സന്തോഷമായിട്ട് ജീവിക്കാം. അല്ല താത്കാലികം നമ്മൾ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടൊരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് കിട്ടിയത് ഇന്ന് സൂക്ഷിച്ച് ജീവിക്കാം. നാളത്തെ കാര്യം നാളെ അല്ലേ എന്നുള്ള ചിന്തയില്ലാതെ ഇരുന്ന ആ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ സുഖവും സന്തോഷമൊക്കെ പോകും. പിന്നെ നമ്മൾ വീണ്ടും എന്താ പറയുക പഴയപടിയാവും. അപ്പം ജീവിതത്തിന് നമുക്കൊരു നല്ല ദിവസങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ വിനിയോഗിക്കണം? നാളെ നമുക്ക് സുഖമായിട്ട് ജീവിക്കണം. നാളെ എന്നുള്ളതൊരു പ്രതീക്ഷയല്ലേ? അപ്പം ആ പ്രതീക്ഷ കൈവെടിയാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ കഥ. ഞാൻ പറയാം. മസാലകൾ കിട്ടും കേട്ടോ. മസാല കഥയാണത്. ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. എണ്ണയിൽ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കറിക്ക് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും എന്താ ഈ ചേച്ചി എല്ലാം വഴറ്റാണ്ട് ഇടുന്നതൊക്കെ വിചാരിക്കും. പക്ഷെ ചില പാചകങ്ങൾക്ക് അങ്ങനെയാണ്. അപ്പോൾ ഇതിട്ടു കൊടുത്തിട്ട് ഗ്രീൻ മസാല പോലെയാണോ അത്? അല്ല, ഇത് പച്ചമുളകും വെളുത്തുള്ളി ആ മസാലയും കൊണ്ട് ഉണ്ടാക്കുന്ന ചിക്കൻ. ആ മസാല അല്ല, ഇതിന്റെ പച്ചമുളകും മുളകൊക്കെ ഇടും. ഇത് വെറുതെ പേരിന് ചെറിയ 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വരട്ടെ പോരട്ടെ അതിടൂ. അത് ഇടുമ്പോഴാണ് അതിനൊരു ഭംഗിയായത്. കണ്ടോ? തക്കാളി ഇതൊക്കെ ഇതിൽ കിടന്നുകൊണ്ട് വെന്തോളും. നമ്മളെല്ലാം ഒരുമിച്ചെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി. ഈ തക്കാളി എങ്ങനെ അതിൽ വെന്തോടയണോ? അതൊക്കെ ഉടഞ്ഞോളൂ. മുളക് പൊടി. ഓ, അത് കറക്റ്റ് സ്പൈസ് അരിഞ്ഞ് ചേർന്നോളൂ അല്ലേ? ഒരു 2 സ്പൂണ് മുളക് പൊടി. ഇത് അധികം എരിവില്ലാത്തതാണ്. അവനതിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾ അതെങ്ങനെ ഇട്ടോളൂ. പക്ഷെ ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടെങ്കിൽ 2 സ്പൂൺ ഇത്തിരി കൂടുതൽ ഇട്ടത് അല്ലേ? ഇത് കളർ തന്നെ ഉള്ളൂ. എരിവൊക്കെ അളവിന് എങ്ങനെ എത്ര വേണം അത്ര ഇടുകയാണ് നല്ലത് അല്ലേ? എന്നിട്ടാണ് അമ്പൂമ്മ കഥ പറയണത്. ഈ അമ്പൂമ്മ കഥ പറഞ്ഞത് ഞാനൊരു കേൾവിക്കാരൻ മാത്രമായിട്ട് മാറി. അയ്യോ, അങ്ങനെ പറയരുത്. അങ്ങനെ ഒരിക്കലും പറയരുതമ്മ. ഒരിക്കലും ഒരു കഥയും തീരത്തില്ലമ്മ. കഥയുടെ പുറത്തൊരു കഥയായി കഥ പറഞ്ഞുകൊണ്ടേ ഉണ്ടാവും. ആസ്പത്രിയിലെ കഥ ഇല്ല. രാജാക്കന്മാരെ ഞാൻ എന്തിനു കളിയാക്കണം? രാജാക്കന്മാർക്ക് വലിയ ആൾക്കാരല്ലേ? മൂക്കും ചുണ്ടൊക്കെ അവിടെ ഇരുന്നോട്ടേട്ടാ. മൂക്കും ചുണ്ടൊക്കെ അവിടെ പറിച്ചു കളയരുത്. മെല്ലെ തുടക്കണം. അപ്പൊ ഒരു രാജാവ്, ഒരു നാട് വാഴുന്ന രാജാവ് കുറെ കാലം നാടൊക്കെ ആ രാജാവ് മരിച്ചുപോയി. ആ രാജാവിന് മക്കളില്ല. അപ്പോ ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അപ്പൊ ഈ പണ്ടത്തെ കാലത്തൊക്കെ രാജാക്കന്മാർക്ക് മക്കളില്ലെങ്കിൽ എന്താ ചെയ്യാറ്? മെല്ലെ വേണം ചോദിച്ചതാണ്. അപ്പൊ പണ്ടൊക്കെ ഈ രാജാക്കന്മാർക്ക് മക്കളില്ല എന്ന് പറഞ്ഞാ ദത്തെടുക്കല്ല. ദത്തെടുക്കുന്നവരുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കഥയിലുള്ള ആ രാജ്യത്ത് ഒരു ആനയുടെ കയ്യിൽ ഒരു പൂമാല കൊടുക്കും. എന്തിനാ? ആനയുടെ എന്താ പറയാ, ആനയുടെ കല്യാണം, തുമ്പിക്കൈയിൽ അങ്ങനെ ഒരു പൂമാല കൊടുക്കും. ആ പൂമാല കൊണ്ടുപോയിട്ട് ആന ഇങ്ങനെ നടന്നിട്ട് ആരുടെ കഴുത്തിലാണോ ഇടുന്നത് അത് ആനയുടെ ഭാര്യയായിട്ട് മാത്രമാ. അവരാണ് അവിടുത്തെ രാജാവ്. അങ്ങനെയാണ് അവിടുത്തെ എല്ലാ ഇത്രയും കൊല്ലം നടന്നു വന്നത്. അങ്ങനെയാണ് രാജാക്കന്മാർക്ക് സന്തതികൾ ഇല്ലെങ്കിൽ അവര് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ രാജ്യം ഭരിക്കാൻ ഇങ്ങനെയാണ് അവിടെ ചെയ്യുക. അപ്പോ ഈ മന്ത്രി മറ്റുള്ള സേനാപതി ആൾക്കാരൊക്കെ കൂടിയിട്ട് ആലോചിച്ചു, നമുക്ക് ഇതിലൊരു മാറ്റം വരുത്തിയാലോ. അവരെന്ത് ചെയ്തു? ഒരു മണി, ഒരു അമ്പലത്തിന്റെ മുമ്പിൽ ഒരു മണി കെട്ടി, എന്താ പറയാ, ഗണ്ടെ. മനസ്സിലായി, മണി തന്നെ പറയാ. ഗണ്ടെ എന്നല്ല, മണി തന്നെ. ഗണ്ടെ എന്ന് പറഞ്ഞാൽ വേണ്ട, കന്നഡം വേണ്ട. അപ്പോ ഈ രാജാവ് ആവാൻ ആഗ്രഹമുള്ളവർ വന്നിട്ട് ഈ മണി അടിക്കുമ്പോ
അവരെ രാജാവാക്കുക. ആവും ആർക്ക് വേണേലും പോയി അടിക്കാലോ മണി. എല്ലാവർക്കും അടിക്കാൻ പറ്റില്ല, കാരണം അതിൽ അത്ര ഏകരത്തിലായിരിക്കും മണി. നിബന്ധന വെച്ചിട്ടുണ്ട്. ആ അതായത് ആര് ഈ മണി അടിക്കണോ അവരെ രാജാവാക്കും 2 വർഷത്തിന്. ആഹാ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ എന്ത് ചെയ്യറിയോ, ഒരു നദിന തീരത്ത് ഒരു വലിയൊരു കാടുണ്ട്, അയ്യോ ആ അവിടെ അവിടേക്ക് കൊണ്ടുപോയി വിടും. എന്തിന് വിറക് വെട്ടി ജീവിക്കാനാ? പിന്നെ അവര് ഈ നാട്ടിൽ നിർത്തില്ല, ആ അരണ്യത്തിൽ കൊണ്ടുപോയി വിട്ടു. അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ആഹാരം പോരും. അത്രേ ഉള്ളൂ. ഈ 2 വർഷം അവര് രാജാവായി 2 വർഷം ഈ നാട് ഭരിച്ചതിന് കൊടുക്കുന്ന സമ്മാനാണ്. അങ്ങനെ അവര് തീരുമാനിച്ചു. എന്തൊരു വൃത്തിയായിട്ട മന്ത്രിയായത്. ആ പറയേ കേക്ക്. ആ അപ്പൊ അങ്ങനെ ഇവര് അത് തീരുമാനിച്ചു. അപ്പൊ 2-3 ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ, ഓ 2 വർഷം 2 വർഷം നമുക്ക് ജീവിക്കാനോ, അതിന്റെ ശേഷം എന്തോ ആവട്ടെ എന്നുള്ള വിചാരം. രാജാവായി ജീവിക്കല്ലേ, പിന്നെ മൃഗം തിന്നെ രാജാവായി ജീവിക്കാന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് എന്തെങ്കിലൊക്കെ തിന്നു പോക്കോട്ടെ തീരുമാനിക്കും. രാജാവിന്റെ ജീവിതം എന്നുള്ളത് അറിയണ്ടേ. അപ്പൊ അവരങ്ങനെ രാജാവായിട്ട് ഇവരെന്ത് ചെയ്തു, രാജഭരണമൊക്കെ ഇതാക്കി. അവർക്ക് എന്താ അറിയോ, ഈ സാധാരണ ആൾക്കാർ എല്ലാവരും അല്ല, ഒരാളല്ലേ 2 വർഷം ജീവിക്കും. അപ്പൊ ഈ മണി അടിച്ചിട്ട് വന്നിട്ട് രാജാവായവരൊക്കെ എന്താ ചെയ്തറിയോ, അവര് സുഭിക്ഷായിട്ട് ഒന്നും നോക്കാണ്ട്, കാരണം അവരുടെ മനസ്സിലൊരു പേടിയാണ്. ദിവസങ്ങൾ 6 മാസം വരെയൊക്കെ അവർക്ക് സന്തോഷം ഉണ്ടാവും. 6 മാസം കഴിയുമ്പോൾ ദൈവമേ ഇനി എത്ര ദിവസം കഴിഞ്ഞാൽ, 1.5 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ കാട്ടിലേക്ക് പോണ്ടേ, ഞാൻ പ്രാണികളൊക്കെ ആകും, അങ്ങനെ ഒരു ഭയം കൂടി. എന്നാലും അവർ ഇങ്ങനെ ജീവിച്ചു. ആ ഭയത്തോടു കൂടി അവർക്ക് രാജഭരണം പോലും ശരിക്കും ചെയ്യാണ്ട് അവര് രാജഭോഗമൊക്കെ അനുഭവിച്ചുകൊണ്ട് സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് എന്തായാലും ഞാൻ 2 വർഷമല്ലേ അങ്ങനെ പോയി. പിന്നെ ആൾക്കാർക്ക് ഭയമായി. ഈ 3-4 ആൾക്കാരൊക്കെ അങ്ങനെ ആയി കഴിഞ്ഞപ്പോ ഈ 2 വർഷത്തിന് കാട്ടിക്കൊണ്ടേ വിട്ടു എല്ലാവരും. അപ്പൊ ഈ 2 വർഷത്തെ ഈ സുഖഭോഗത്തിന് വേണ്ടിയിട്ട് നമ്മള് ഇത്രയും നല്ല രാജോപചാരത്തിൽ ജീവിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ആയുസ്സുകളെ സാധാരണ ജീവിതമാണ് നല്ലതെന്ന് പറഞ്ഞ് ആരും വരാണ്ടായി. 100 വർഷം ജീവിച്ചു മരിക്കാലോ ആരും വരാണ്ടായി. അങ്ങനെ രാജ്യത്തിന് രാജാവില്ലാണ്ടായി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ അയ്യോ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്രയോ 3-4 വർഷങ്ങൾക്ക് ശേഷം ഒരു മണിനാഥം കേട്ടു. മണി അടിച്ചു. ഓ ഒരു രാജാവിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓടിപ്പോയി നോക്കി. അപ്പൊ ഒരു ഭിക്ഷുകൻ അയാളാണ് ഈ മണി അടിച്ചത്. അപ്പൊ മണി അടിച്ചത് നീ രാജാവാ? അതെ എനിക്ക് രാജാവാവണം, അതിനല്ലേ ഞാൻ മണി അടിച്ചത്. അപ്പൊ നിനക്കറിയോ, നിബന്ധനകൾ അറിയോ? 2 വർഷമേ ഉള്ളൂ. 2 വർഷം കഴിഞ്ഞാൽ നിന്നെ കൊണ്ടുപോയി നദിയുടെ തീരത്ത് അപ്പുറത്ത് വിടും. ഗംഗാ നദിയുടെ തീരത്തിന്റെ അപ്പുറത്തൊരു വലിയ കാടുണ്ട്, അരണ്യം, അതിന് കൊണ്ടുപോയി വിടും. അപ്പോ അതാണ് നിബന്ധനകളൊക്കെ അറിയോ, മനസ്സിലാക്കാണ് ചോദിക്കും. അപ്പൊ ഫോൺ വന്നു, അതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തതാ കേട്ടോ. അപ്പൊ ഇയാൾ പറയും ശരി എനിക്ക് അതെല്ലാം അറിയാം, ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭിക്ഷുക്കൻ പറയും ഓ എന്നാ ശരി എന്നാ രാജാവായിക്കോന്ന് പറഞ്ഞ ആളിനെ രാജാവാക്കി പട്ടാഭിഷേകമൊക്കെ ചെയ്തു. അയാൾ നല്ല രീതിയിൽ ആസ്വദിച്ച് ജീവിതവും ആസ്വദിച്ചു. അതുപോലെ ആള് നല്ല രീതിയിൽ രാജഭരണം കാഴ്ചവെച്ചു. അപ്പൊ പ്രജകൾക്കൊക്കെ ഇഷ്ടമായി എന്ന് പറയാം. ഒരു ഭിക്ഷുക്കനാണെങ്കിലും കൂടി രാജ്യഭരണം കിട്ടിയപ്പോ എന്ത് നല്ല ഭരണമാണെന്ന് മന്ത്രിക്കും സേനാപതിക്കും എല്ലാവർക്കും ഇഷ്ടമായി. അയ്യോ എന്നും ഈ രാജാവിനെ ആയാൽ മതിയായിരുന്നു നമുക്ക്. പക്ഷെ എന്താ ചെയ്യാ, ഇങ്ങനെയുള്ള നിബന്ധനകളോടെയാണല്ലോ നമ്മുടെ ഈ രാജാവിനെ രാജാവാക്കിയത്. നല്ല ഭരണം കാഴ്ചവെച്ചു. എല്ലാവർക്കും ഈ രാജാവിനോട് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ആകുമ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞ് ഇനി 6 മാസമുള്ളൂ രാജാവേ നിങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയി. അതിനെന്താ, അതൊന്നും കുഴപ്പമില്ല പറയും. അങ്ങനെ പിന്നെ 15 ദിവസം ബാക്കിയുള്ളൂ ഈ 2 വർഷം കഴിയാം. അപ്പൊ പറയും ഇനി 15 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നദിയുടെ അപ്പുറം കടത്തി വിടും. ആ കാട്ടിലേക്ക് നിങ്ങൾ പോകണം. പിന്നെ നിങ്ങളുടെ ജീവിതം ഒരു വിഷമുണ്ട്, അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് പ്രാണികൾക്ക് ആഹുതിയാവുകയല്ലേ ആഹാരം. അങ്ങനെ നല്ലൊരു രാജാവാണല്ലോ. അവർക്ക് വിഷമായി. മറ്റുള്ളവരെ നയിക്കുമ്പോ ഇല്ലാത്തൊരു വിഷമോ നിങ്ങളുടെ വില ഉണ്ടായി. അങ്ങനെ പോയി. അപ്പൊ പറയാം അതിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾ അവിടെ കൊണ്ടുപോയി. അപ്പൊ ഇയാളൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് ആദ്യം തന്നെ, അത് വിട്ടുപോയി ഞാൻ. എന്താ അറിയോ, ആ കാടല്ലേ എന്ന് ചോദിച്ചു. ഈ ഗംഗാനദിയുടെ തീരത്തുള്ള ആ കാട്ടിലേക്കല്ലേ നിങ്ങൾ എന്നെ കൊണ്ടുപോയി വിടുന്നത്? അതായത് രാജാവ് ആവുന്നതിന്റെ മുമ്പ് ഇയാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതെ ആ കാടന്നെ. ശരി, വേറെ എവിടേക്കും വിടില്ലല്ലോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതേന്ന് പറഞ്ഞു. അപ്പൊ ശരി 15 ദിവസമല്ലേ, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുള്ളൂ, ഞാൻ ഇത്രയും ആസ്വദിച്ചൊക്കെ ജീവിച്ചിട്ടേ ഉള്ളൂ.
അങ്ങനെ 15 ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് തോണി വരുത്തി ഇത് നടത്തി അപ്പുറത്ത് കാട്ടിക്കൊണ്ടേ വിടണ്ടേ. അവിടെ നോക്കുമ്പോ കാടേ ഇല്ല, അവിടെ നല്ലൊരു നഗരം ഈ കാടുള്ള സ്ഥലത്ത്. അപ്പോ ഇവിടുത്തെ കാട് എവിടെയാണ്? ഇവിടെ തന്നെ കൊണ്ടേ വിടുന്നു. ആ കാട് ഇപ്പൊ നാടായി. അതായത് ഈ കാടിനെ ഈ രാജാവ് ഇവിടെ ഭരിക്കുന്നതോടൊപ്പം തന്നെ ആ കാടിനെ ഒരു നഗരമാക്കി മാറ്റി. അവിടെയുള്ള പ്രാണികളൊക്കെ വേട്ടക്കാരെ ഉപയോഗിച്ച് അതിനൊക്കെ ഇല്ലായ്മ ചെയ്ത് അവിടെ നല്ല വീടും അരമനയും എല്ലാം പണിത് ഈ ഭരണം ഇവിടെ നല്ല ഭരണം കാഴ്ച വെക്കുമ്പോ തന്നെ ആൾക്ക് നാളേക്കുള്ള ചിന്തയും കൊണ്ട് ആൾ ആ കാടിനെ തന്നെ ഒരു നഗരമാക്കി മാറ്റി. ഇതിനേക്കാളും സുന്ദരമായ ഒരു രാജ്യം. അതുകൊണ്ട് ഇത് എങ്ങനെ സാധിച്ചു പറയും? അതായത് നമുക്ക് വേണമെന്ന് പറഞ്ഞ നമ്മുടെ ജീവിതം ഇങ്ങനെ പോകണമെന്ന് നമുക്ക് ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഇന്നത്തെ മാത്രം നോക്കി ജീവിക്കാണ്ട് ഇന്നേ കിട്ടൂ ഇത് ജീവിച്ചാൽ മതി, ഈ കിട്ടുന്നത് നമുക്ക് ഇന്ന് തന്നെ കിട്ടുള്ളൂ, നാളേക്ക് നമുക്കില്ല, ഇന്ന് കിട്ടുന്നത് ഇന്ന് അനുഭവിക്കാമെന്ന് നമ്മൾ ഓർക്കാണ്ട് നാളത്തെ ചിന്തയിലൂടെയോടെ നമ്മൾ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും സാധ്യമാകും, എനിക്ക് മാത്രമല്ല. അപ്പം ഞാൻ എൻ്റെ ജീവിതം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എങ്ങനെയല്ലേ? അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് അവിടെ ഒരു നാടാക്കി മാറ്റി. ഇപ്പം എനിക്ക് അവിടെ ഒരു മന്ത്രി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു പട്ടാഭിഷേകം നടക്കും, ഞാൻ അവിടുത്തെ രാജാവാണ്. അയ്യോ, അപ്പം ഞാനൊരു മന്ത്രിയായിട്ട് ഞാനിപ്പോൾ രാജാവില്ലാത്ത രാജ്യത്ത് നമ്മൾ പറയും. എന്നാൽ പിന്നെ ഈ രാജ്യം കൂടി എൻ്റെ രാജ്യം കൂടി ഒന്നാക്കാം, ഞാൻ രാജാവാവാം. അപ്പം അവിടേക്ക് ഒരു മന്ത്രി ഇവിടേക്ക് ഒരു മന്ത്രിയായില്ല, രാജാവ് ഒന്ന്. അങ്ങനെ നമുക്ക് ആക്കാമെന്നും പറഞ്ഞ് ആ രാജ്യം വലിയൊരു രാജ്യമായി മാറി. അപ്പോൾ ആ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്ക്. മറ്റുള്ളവരൊക്കെ ഈ 2 വർഷം എന്ന് പറഞ്ഞാൽ അതും സന്തോഷമായി ജീവിച്ചില്ല. അയ്യോ നാളെ എന്താവും, മറ്റന്നാൾ അങ്ങനെ. അയ്യോ ഇത്ര ദിവസം കഴിഞ്ഞാൽ ഞാൻ പോണല്ലോ എന്നുള്ള വിചാരം. ഇങ്ങനെ നാളത്തെ ആ കാടിനൊരു നാടാക്കി മാറ്റിയിട്ട് അവിടുത്തെ രാജാവായി എനിക്ക് ഇന്ന് ജീവിച്ച പോലെ ഇവിടെ 2 വർഷത്തെ രാജാവല്ല, അവിടെ എന്നൊക്കെയുള്ള രാജാവായിട്ട് ജീവിക്കേണ്ട വഴിയാണ് ഉണ്ടാക്കി. എന്നാൽ ഈ രാജ്യത്തിനൊരു ദോഷം ചെയ്തില്ല, ഇവിടെ അയാളുടെ ബുദ്ധി. ഒരു ഭിക്ഷുക്കനാണെങ്കിലും വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തൊരു മനുഷ്യന് അത്രത്തോളം ബുദ്ധി ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴെന്തറിയോ, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറ ചെറുപ്പക്കാരല്ലേ, പഠിക്കുന്ന കുട്ടികളൊക്കെ ആലോചിക്കണം. ഇന്ന് അവർ ബുദ്ധിമുട്ടി നല്ല രീതിയിൽ പഠിപ്പിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർ ബുദ്ധിമുട്ടി പഠിച്ചാൽ അവർക്ക് നാളെ എന്നും സുഖ സൗകര്യത്തോടു കൂടി ജീവിക്കാൻ പറ്റും അല്ലേ? നല്ല ജോലിയൊക്കെ എടുത്ത് നന്നായി ജീവിക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളാണ് കേൾക്കേണ്ടത്. പിന്നെ നല്ല ജീവിതം വേണമെന്നുള്ളവർ എല്ലാവർക്കും പറ്റും അല്ലേ? എല്ലാവരും നല്ല രീതിയിൽ ഇന്ന് നമ്മൾ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നാളേക്ക് നമുക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാം. വെച്ചാൽ ഇന്ന് നമുക്ക് കുറച്ച് പൈസയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇന്ന് തിന്നും കുടിച്ച് ഇന്ന് മാത്രം സന്തോഷമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചാൽ ഒരു ദിവസം അത് കഴിഞ്ഞു പോകുന്ന ഒരു ദിവസം വരും. അതേ പൈസയും കൊണ്ട് നാളെ എടുത്തു വെച്ച് നാളേക്ക് വേണ്ടി എന്തായാലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നാളത്തെ ഒരു കാലം സുഖമായിട്ട് ജീവിക്കുക. ഇന്ന് മാത്രം കുറച്ച് കാലം ജീവിച്ചു കഴിഞ്ഞാൽ നാളെ എന്നൊരു ദിവസം നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ഇത് മുഴുവൻ കഴിഞ്ഞു പോകും. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ സാധാരണക്കാരും ചിന്തിക്കുക. അതുപോലെ വിദ്യാർത്ഥികൾ ഇന്ന് എത്ര തന്നെ കഠിനമായാലും ബുദ്ധിമുട്ടായാലും പഠിച്ചു കഴിഞ്ഞാൽ അവരെത്തേണ്ട സ്ഥലത്ത് അവരെത്തണം എന്നുള്ള വിചാരം അവരുടെ ഉള്ളിൽ ഇന്നുണ്ടായിട്ട് ആ പഠിപ്പിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഡ്രഗ്സിനും ഇതിനൊക്കെ ഓരോ സ്കൂൾ പ്രായം തൊട്ട് തുടങ്ങുന്നുണ്ട്. ഓരോ സ്കൂളിൻ്റെ അടുത്തടക്കം വന്നിങ്ങനെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അതിന് അടിമപ്പെട്ട് പോകണം, കുറേ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളർച്ച മുരടിക്കും, അതുപോലെ തന്നെ അവൻ്റെ ജീവിതം ഇല്ലാണ്ടാവും, അവൻ്റെ മൈൻഡ് പവർ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിന്നൊക്കെ ദൂരെ പോയിട്ട് ഈ ഒരു സമയം നമുക്കുണ്ട്, കുറച്ച് കാലം, ഒരല്പകാലം മാത്രം ഞാനൊന്ന് അധ്വാനിച്ചാലോ, എന്നിട്ട് അതും കൊണ്ട് ഞാനൊന്ന് പഠിച്ചാലോ, അതിന് മാത്രം എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എൻ്റെ ആരോഗ്യം രക്ഷപ്പെടും, എൻ്റെ സൗന്ദര്യം രക്ഷപ്പെടും, അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ബുദ്ധി ഉണ്ടാവും. ഞാൻ പഠിച്ച് എത്തേണ്ട സ്ഥലത്ത് എത്തിയതിന് ശേഷം ജീവിതം എൻജോയ് ചെയ്യാമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നാൽ തീർച്ചയായിട്ടും അതും കിട്ടും, കുടുംബത്തിന് നല്ലൊരു മകനെയും കിട്ടും, തീർച്ചയായിട്ടും. അതന്നെ എന്ന് വെച്ചാൽ സഹോദരൻ സഹോദരി നല്ലൊരു സിറ്റിസൺ ഓഫ് ഇന്ത്യനെ നമുക്ക് കിട്ടും. അത് ഓരോരുത്തരും നാളേക്ക് വേണ്ടി ചിന്തിക്കുക അല്ലേ? ഇന്നുള്ള ജീവിതം ആസ്വദിച്ച് ജീവിച്ച് മതിമറന്ന് നാളേക്ക് ചിന്തിക്കാതെ ആരും ജീവിക്കരുത്. വിദ്യാർത്ഥികൾ മാത്രമല്ല, നമ്മളെ പോലുള്ള സാധാരണക്കാരും ജീവിക്കരുത്. അതെ അതെ അതെ. തീർച്ചയായിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് ഇതെല്ലാവരും ചെയ്യണം ഞാൻ പറയാന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ നമ്മുടെ കയ്യിൽ ഒരു സമ്പത്തുണ്ട് പറഞ്ഞാൽ എല്ലാം അടിച്ചു പൊടിച്ച് ചെലവാക്കി
ഒരു നേരം കഴിക്കേണ്ട ഭക്ഷണത്തിന് 10 ടൈപ്പ് ഭക്ഷണം കഴിച്ച് അതിനൊക്കെ വേസ്റ്റ് ആക്കുമ്പോൾ ചെറുനാരങ്ങ അല്ലേ. ചെറുനാരങ്ങ. പിന്നെ ആവശ്യത്തിന് എല്ലാം ചെയ്ത് എൻജോയ് ചെയ്യരുതെന്ന് ആരും പറയില്ല. നന്നായി എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കണം. പക്ഷേ ആവശ്യത്തിന് കൂടുതൽ എൻജോയ് ചെയ്തിട്ട് ആ എൻജോയ്മെൻറ്റും കൂടി വിഷമാവുന്ന രീതിയിൽ ചെയ്യരുത്. നാളെ എന്നൊരു ഭാവിയുണ്ട്, അതിനെന്തെങ്കിലും നമ്മൾ സ്വരക്കൂട്ടി വെച്ചാൽ വാർദ്ധക്യകാലം സന്തോഷമായിട്ട് ജീവിക്കും. അതെ, അന്ന് ചിലപ്പോൾ നമുക്ക് അധ്വാനിക്കാൻ നമുക്ക് ആരോഗ്യം ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ആ കാലത്തിൽ ജീവിക്കാൻ വേണ്ടി അപ്പൊ തീർച്ചയായിട്ടും ഇതായി. ഇനി ഈ പച്ചമുളക് ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഒരു ഫ്ലേവറിന് വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ 1-2 ഇട്ടാൽ മതി. ഇതിപ്പോൾ ഞാനൊരു 4 ഇട്ടുണ്ട്. എരിവ് തീരെ ഇല്ലാത്ത പച്ചമുളക്, എന്നാൽ ഫ്ലേവർ ഉണ്ട്. അപ്പം ഇതായി. അപ്പോൾ ഇതും കൊണ്ട് വരുന്ന സന്ദേശം എന്താന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ജീവിതം മതിമറന്ന് എല്ലാവരും ജീവിക്കുന്നവർ ഇന്ന് നാളെ നമുക്കൊരു ജീവിതം ഉണ്ടെന്ന ചിന്ത, നാളെ ഒരു സ്വപ്നമാണെങ്കിലും ആ സ്വപ്നത്തിൽ നമ്മൾ ജീവിക്കേണ്ടി വന്നാലോ അന്നക്ക് വേണ്ടി സ്വരക്കൂട്ടി എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ വാർദ്ധക്യകാലത്തിന് സുഖമായിട്ട് ജീവിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ വിദ്യാർത്ഥികൾ നാളേക്ക് വേണ്ടി നാളെ സുഖകരമായ ഒരു ജീവിതം ഉണ്ടാവും അല്ലേ. അപ്പൊ ഇതായി. ഇത് കൂട്ടി കഴിക്കാൻ വിളിക്കും. ഇത് കൂട്ടി ഉറപ്പായിട്ട് വിളിക്കില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് ഓഫ് ചെയ്യട്ടെ. ഇത്ര കണ്ടപ്പോ ഞാൻ ഇതിലൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഇത് കൂട്ടി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വരും കേട്ടോ. ഞാൻ ഇതിന്റെ കൂടെ പയറുപ്പേരി വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഒരു പയറുപ്പേരി പപ്പടം കൂട്ടി നിങ്ങൾക്ക് ഭക്ഷണം തരാം കേട്ടോ. വരൂ കേട്ടോ, ഉറപ്പാ.